നമസ്കാരം. നാഷിക്കിൽ TCSുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഗൗരവതലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുമാണ്. ഗൗരവതരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് എന്നുള്ളത് തത്വമൈ ന്യൂസ് തന്നെ അതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എന്നാലും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളുമായിട്ടും വ്യക്തികളുമായിട്ടും നാഷിക്കിലെ പ്രധാന ആസൂത്രക എന്ന് അന്വേഷണ സംഘം പറയുന്ന നിദാ ഖാന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ നിദാ ഖാനുമായി ബന്ധപ്പെട്ടതോ TCSുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പുതിയ വാർത്തകളെല്ലാം ഏതാണ്ട് തത്വമൈ ന്യൂസ് പ്രേക്ഷകരുമായി ഏറെക്കുറെ മുഴുവൻ വാർത്തകളും പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വാർത്തയെ സംബന്ധിച്ചല്ല. പക്ഷേ നിദാ ഖാൻ ഇതിലൊരു പ്രധാന കഥാപാത്രം തന്നെയാണ്. നിദാ ഖാനും സൈനബയും, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സൈനബയെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അഖില ഹാദിയ കേസിൽ ഏറ്റവും പ്രധാന സംരക്ഷകയായി അഖിലയോടൊപ്പം പൊതുമണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു വ്യക്തി. RSS ഈ രാജ്യത്തില്ലായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തെയെങ്കിലും ഞങ്ങളൊരു ഇസ്ലാമിക സംസ്ഥാനമോ രാജ്യമോ ആക്കി ഇതിനോടകം മാറ്റിക്കഴിഞ്ഞേനെ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഒളിക്യാമറയിൽ പിടിക്കപ്പെട്ട സൈനബ, ആ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. ഈ നിദാ ഖാൻ മുതൽ സൈനബ വരെയുള്ളവർക്ക് എന്താണ് തമ്മിൽ ബന്ധം? ഇവർ തമ്മിൽ പരസ്പര ബന്ധം എന്തെങ്കിലും ഉണ്ടോ ഈ ഭീകര സംഘടന വഴി എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പക്ഷേ ഇവർ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. ആ സമാനതകൾ എന്നുള്ളത് നമ്മുടെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നതിലുള്ള സമാനതകളിൽ നിന്ന് തുടങ്ങുന്നു. ഒരു സംശയവും വേണ്ട, കേരള സ്റ്റോറി 1-ൽ പറഞ്ഞിരുന്ന കൃത്യമായിട്ടുള്ള കാര്യം തന്നെ. സൈനബ എന്നുള്ള വ്യക്തി ഒരു വ്യക്തിയുടെ മുഖമോ പേരോ അല്ല, അതൊരു പ്രതിനിധിയാണ്. ഇത്തരത്തിലുള്ള പർദ്ദയണിഞ്ഞ ഭീകരവാദികളുടെ വിഷപ്പാമ്പുകളുടെ ഒരു പ്രതിനിധി. നിദാ ഖാനും അങ്ങനെ തന്നെ. നിദാ ഖാനും സൈനബയും പേരും മുഖവും പരസ്പരം വെച്ചുമാറി എന്ന് കരുതി അവരുടെ പ്രവർത്തന രീതികൾ മാറാൻ പോകുന്നില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭീകരവാദത്തെ ഏത് തരത്തിലും പ്രോത്സാഹിപ്പിച്ച് അന്യമതത്തിലെ പെൺകുട്ടികളെ വശീകരിച്ച് തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവന്ന് തങ്ങളുടെ മതത്തിലെ ഭീകരവാദികൾക്ക് കാഴ്ചവെച്ച് അവരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റിച്ച് രാജ്യത്ത് തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ പേര് നിദാ ഖാൻ എന്നായാലും സൈനബ എന്നായാലും റംലത്ത് എന്നായാലും ഐഷ എന്നായാലും ഒരു വ്യത്യാസവുമില്ല. സൂക്ഷിക്കേണ്ടത് സാധാരണക്കാരാണ്. കാരണം TCS പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിദാ ഖാനെ പോലുള്ള ഒരു വ്യക്തിക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സൈനബയെ പോലുള്ളൊരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പൊതുമണ്ഡലത്തിലെ ഒരു പരിചയവും അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രവർത്തന പരിചയം പറയുവാനുള്ളൊരു പശ്ചാത്തലമോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും സ്വതന്ത്രമായി അല്ലെങ്കിൽ ഇത്രയും ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. ഇവരുടെ പിന്നിലുള്ള ശക്തികൾ നിസ്സാരക്കാരല്ല. ഇവർക്ക് അവരുടെ പ്രവർത്തന സാഹചര്യം ഒരുക്കുന്നതിൽ ഇവരുടെ പിന്നിലുള്ള ശക്തികൾ നാം ഒരിക്കലും തിരിച്ചറിയാത്ത ശക്തികളായി തന്നെ തുടർന്നേക്കാം. പക്ഷേ അവരുടെ പ്രതിനിധികളായി വരുന്ന സൈനബയും നിദാ ഖാനെയും നാം തിരിച്ചറിയാതെ പോയാൽ സൈനബയെ പോലെ അല്ല നിദാ ഖാൻ, നിദാ ഖാനെ പോലെ അല്ല റംലത്ത് എന്നുള്ളൊരു ധാരണ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായാൽ അത്തരത്തിലുള്ളൊരു അബദ്ധധാരണ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ നാശത്തിലേക്കും ഒരു ദുരിതപൂർണമായ ജീവിതത്തിലേക്കും ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം കോളേജുകളിൽ ഇവരുണ്ടാകാം, കോളേജ് ഹോസ്റ്റലുകളിലുണ്ടാകാം, നമ്മുടെ കുട്ടികൾ ജോലിക്ക് ചേരുന്ന സ്ഥാപനങ്ങളിലുണ്ടാകാം, ആഹാരം കഴിക്കാൻ പോകുന്ന ഹോട്ടലുകളിൽ ഇവരെ കണ്ടേക്കാം, മൊബൈൽ റീചാർജ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സർവീസ് ഇപ്പോൾ റീചാർജിന് കടകളിൽ പോകാറില്ല, പണ്ട് അങ്ങനെ ഒരു അപകടമുണ്ടായിരുന്നു. സർവീസിന് നൽകുന്ന കടകളിൽ ഇവരെ കണ്ടേക്കാം. അത് സൈനബമാരായിരിക്കാം അല്ലെങ്കിൽ ആഷിക്കുമാരായിരിക്കാം. ഇവരാരാണെങ്കിലും ഇവരെ സംശയത്തോടിൻ്റെ കണ്ണിൽ മാത്രം കാണേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് ഉരുവായി വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് TCS എന്നുള്ളത് ഒരു അവസാന സംഭവമായിരിക്കില്ല. കാരണം TCS കഴിഞ്ഞ ഉടൻ തന്നെ അമരാവതിയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അത് സംബന്ധിച്ചും പ്രേക്ഷകരോട് വിശദമായ വാർത്തകൾ പ്രേക്ഷകരുമായി തത്വമൈ ന്യൂസ് പങ്കുവച്ചിരുന്നതാണ്. എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമായി പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സൈനബയും നിദാ ഖാനെയും എടുത്ത് വെറുതെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറയുവാനല്ല ഞാൻ ശ്രമിക്കുന്നത്. വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. ആ സന്ദേശം നൽകുന്നത് ഞാനല്ല, സന്ദേശം നൽകുന്നത് ഇസ്ലാമിക ഭീകരവാദികളാണ്.
കാരണം ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഞങ്ങൾക്ക് തോക്കോ ബോംബോ കത്തിയോ വിഷമോ ഒന്നും വേണമെന്നില്ല. അതെല്ലാം ഞങ്ങളുടെ ആയുധങ്ങൾ തന്നെയാണ്. പക്ഷെ മറ്റായുധങ്ങൾ, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിലൊന്നാണ് ഞങ്ങളുടെ ഷഹീൻ സ്ക്വാഡ്. എന്താണ് ഈ ഷഹീൻ സ്ക്വാഡ്? ഷഹീൻ സ്ക്വാഡ് എന്നുള്ളത് ഈ ലവ് ജിഹാദ് പോലെ തന്നെ യാതൊരു നിയമസാധുതയും ഇല്ലാത്തൊരു വാക്കാണ്. കാരണം ഭരണഘടനാപരമായി ഷഹീൻ സ്ക്വാഡ് എന്നൊരു സംഘടനയെ ഭീകരവാദ സംഘടനയായി കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി ഒരിടത്തും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക സേവന സംഘടന എന്നുള്ള മുഖം മൂടിയെ അണിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമല്ല ഇത്. എത്തരത്തിലാണോ നമ്മുടെ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി അവരുടെ ജീവിതം തകർക്കുവാൻ റോമിയോ ജിഹാദ് എന്നുള്ള പേരിൽ ജിഹാദികൾ, ആൺകുട്ടികൾ ഇറങ്ങുന്നത്, ജിഹാദിനായിട്ട് അവരുടെ ആണുങ്ങൾ ഇറങ്ങുന്നത്, അത്തരത്തിൽ തന്നെ ആ പ്രക്രിയയ്ക്ക് ഈ ആണുങ്ങളെ, ജിഹാദികൾക്ക് ആളായ ആണുങ്ങൾക്ക് പിന്തുണയായി പെൺകുട്ടികളെ വശീകരിച്ച് നൽകുന്ന ദല്ലാൾ പണി മുതൽ പിമ്പുകളുടെ പണി എന്ന് തന്നെ പറയാം. ഒരു ഒട്ടും അറപ്പ് വിചാരിക്കേണ്ട കാര്യമില്ല. പിമ്പുകളുടെ പണി വരെ എടുക്കുവാൻ തയ്യാറായി മുന്നിട്ടിറങ്ങുന്ന ജിഹാദികളായ സ്ത്രീകളുടെ സംഘത്തെയാണ് ഷഹീൻ സ്ക്വാഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ലണ്ടൻ മുതൽ കേരളം വരെ അവരെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അവരെ എന്ത് പേരിൽ വിളിച്ചാലും, ഞാൻ പറഞ്ഞല്ലോ, നിദാഖാനും സൈനബയും പോലെ തന്നെ അവരെ ഷഹീൻ സ്ക്വാഡെന്നോ അല്ലെങ്കിൽ അക്രമുള്ള സ്ക്വാഡെന്നോ വിളിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അവരുടെ പ്രവർത്തന ലക്ഷ്യം എന്താണെന്ന് നാം തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രശ്നം. ഇതിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്യേണ്ടത്, അവരെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ. വേണമെങ്കിൽ കാരണഭൂതം ഫാൻസ് ക്ലബ് എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ മരുമോൻസ് ഫാൻ ക്ലബ് എന്ന് വിളിച്ചോളൂ. എന്ത് പേരിൽ വിളിച്ചാലും അവരുടെ പ്രവർത്തന ലക്ഷ്യം എന്താണെന്നുള്ളത് നാം തിരിച്ചറിയണം. കാരണം പലപ്പോഴും മതേതരത്വത്തിൻ്റെ ഒരു കണ്ണാടി മനഃപൂർവ്വം എടുത്തു വയ്ക്കുവാൻ നാം ബാധ്യസ്ഥരാകാറുണ്ട്. നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ വേർതിരിച്ച് കണ്ടാൽ സമൂഹത്തിൽ നമ്മുടെ ഒരു നില എന്താവും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കും? ഞാൻ ഹലാൽ ഭക്ഷണം മാത്രമുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും? പക്ഷേ ഞാൻ കഴിക്കുന്ന നോൺ ഹലാൽ ഭക്ഷണശാലയിൽ അവർ വരാതിരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു മനോഭാവം വെച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മനോഭാവമാണ് നിങ്ങൾ ഇപ്പോഴും ജീവിതത്തിന് നേരെ വെച്ച് പുലർത്തുന്നതെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും, പെൺകുട്ടികളെ മാത്രമല്ല ഇപ്പോൾ ആൺകുട്ടികളെയും ലക്ഷ്യമിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാർത്തയെക്കുറിച്ച് ചില വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അതും പ്രേക്ഷകരുമായിട്ടൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് തന്നെ തത്വമീ ന്യൂസ് പങ്കുവയ്ക്കുന്നതാണ്. കാരണം ആൺകുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ജിഹാദി പ്രവർത്തനം വരെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതും ഈ ഷഹീൻ സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്ന്. ബ്യൂട്ടി പാർലറുകൾ വഴി പെൺകുട്ടികളെ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു തലത്തിൽ, ജിമ്മുകൾ വഴി വീട്ടമ്മമാരെ ലക്ഷ്യമിടുന്ന ജിഹാദി പ്രവർത്തനങ്ങൾ വേറൊരിടത്ത്. ഈ സൈനബയും നിദാഖാനെയും പോലെയുള്ളവർ പൊതുമണ്ഡലങ്ങളിൽ സ്വതന്ത്രരായി സഞ്ചരിച്ച് നടത്തുന്ന ജിഹാദി പ്രവർത്തനങ്ങൾ മറ്റൊരിടത്ത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടായി അതിനുള്ള മുൻകരുതലുകൾ, എന്ത് മുൻകരുതലുകളാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് സൈനബയുടെയും നിദാഖാൻ്റെയും രൂപത്തിലുള്ള സുഹൃത്തുക്കൾ പുതിയതായി നിങ്ങളുടെ പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അല്ലാതെ, എൻ്റെ മകളെ ഞാൻ വളരെ സംസ്കാര സമ്പന്നയായാണ് വളർത്തിയത്, അവൾക്ക് ഒരു തെറ്റും പറ്റില്ല എന്നൊരു മിഥ്യാധാരണയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും നൽകി അല്ല വളർത്തിയത് എന്നല്ല ഞാൻ പറയുന്നത്. എത്രയൊക്കെ ചെയ്താലും അവരെ ചതിക്കുവാൻ പോകുന്ന, കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഭക്ഷണത്തിലും പ്രണയത്തിലുമെല്ലാം അതാത് ഉദ്ദേശം മാത്രം കണ്ടു വളരുവാനാണ്. ഭക്ഷണം നിനക്ക് രുചി അറിയുവാനും വിശപ്പ് മാറുവാനും, പ്രാഥമികമായി വിശപ്പ് മാറുവാനും രണ്ടാമത് രുചി ആസ്വദിക്കാനുമുള്ള ഒരു വസ്തുവാണ്. അല്ലാതെ അതിൽ ഹലാലെന്നോ നോൺ ഹലാലെന്നോ ഒന്നും നമ്മളവരെ പഠിപ്പിക്കാറില്ല. പ്രണയിക്കാനുള്ളതാണ്, ഒരു വംശവർധനയ്ക്കുള്ളതാണ്. ആദ്യമായിട്ട് പ്രണയം എന്ന വികാരത്തെ ഉൾക്കൊള്ളുവാനുള്ളതാണ്, രണ്ടാമത് വംശവർധനയ്ക്കുള്ളതാണ്. ഇതൊന്നുമല്ല അവരുടെ ഉദ്ദേശം. യഥാർത്ഥ ഉദ്ദേശങ്ങൾ ഒന്നിലും അവർ കാണാറില്ല. മതത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് എന്ത് സംസ്കാരം നാം അവർക്ക് നൽകിയാലും, നമ്മുടെ പൈതൃകത്തിലുള്ള ഒരു അഭിമാനം നാം ഒരിക്കലും അവർക്ക് നൽകാറില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നമ്മൾ മതേതരരാണല്ലോ. പക്ഷേ അവർക്ക് മതം മാത്രമാണ് പ്രശ്നം. അത്തരത്തിലൊരു ലക്ഷ്യത്തിൽ അവർ നമ്മുടെ പെൺകുട്ടികളെ സമീപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ളൊരു ആയുധമോ പരിചയമോ വാളോ പരിചയമോ ഒന്നും നാം നമ്മുടെ പെൺകുട്ടികൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ
കൂടുതൽ ശ്രദ്ധ അവരുടെ കാര്യത്തിൽ പുലർത്തേണ്ടത് ഒരാവശ്യകതയായി വന്നിരിക്കുകയാണ്. ആ ജാഗ്രത നാം പുലർത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ സൈനികന്മാരും നിതാഖാന്മാരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു അകലം പാലിക്കുവാനുള്ള ഒരു ഉപദേശം നാം നമ്മുടെ പെൺകുട്ടികൾക്ക് നൽകുക. അതിനായിട്ട് ഇനി ജോലിക്ക് പോകുവാനുള്ള ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത് പോലെ ഒരു പ്രായപൂർത്തിയായി തുടങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളോടൊരു ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാര്യകാരണ സഹിതം പറഞ്ഞവരെ മനസ്സിലാക്കുക, അതിനായി അവരെ തയ്യാറാക്കുക. അത്തരത്തിലുള്ളൊരു പ്രതിരോധ നടപടി മാത്രമേ നമുക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സൈനികന്മാരെയും നിതാഖാനെയും കാണുന്നിടത്ത് വെച്ച് തല്ലുവാനുള്ള അവകാശമൊന്നും നമുക്കില്ല. അത് ശരിയുമല്ല. കാരണം അത് വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളൂ. അകലം പാലിക്കുക. അതിൽ നിന്ന് ഒരു ഭരണഘടനയും നിങ്ങളെ തടയില്ല. എനിക്ക് സൈനികയുമായിട്ടുള്ള കൂട്ട് ഇഷ്ടമല്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ സൈനികയിൽ നിന്ന് ഞാൻ മാറി നടക്കും. അതിൻ്റെ പേരിൽ സൈനികയ്ക്ക് ഒരു കോടതിയിലും പോയി കേസ് കൊടുത്തന്നെ എന്നെയോ നിങ്ങളെയോ ശിക്ഷിപ്പിക്കുവാൻ സാധിക്കില്ല. അത്തരത്തിലുള്ളൊരു പ്രക്രിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങുക. നിങ്ങളുടെയും എൻ്റെയും വീട്ടിലെ പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. അതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുൻപിലില്ല. സൈനികന്മാരും നിതമാരും എന്തായാലും ഇന്നോ നാളെയോ ഈ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുവാൻ പോകുന്നില്ല. അവരുടെ പർദ്ദയ്ക്കുള്ളിൽ ഒളിപ്പിച്ച വിഷലിപ്തമായ നാവും പ്രവൃത്തികളുമായി അവർ നമ്മെയും നമ്മുടെ പെൺകുട്ടികളെയും തേടി എത്തുക തന്നെ ചെയ്യും. അതിനുള്ള പ്രതിരോധ നടപടികൾ നാം സ്വീകരിച്ചില്ലെങ്കിൽ ആ വിഷത്തിൽ മുങ്ങി നമ്മുടെ സമൂഹം ഇല്ലാതായി പോകും. സ്വീകരിച്ചാൽ അവരില്ലാതാകുന്ന കാലം, സൈനികന്മാരും നിതമാരും ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകുന്ന കാലം അത്ര വിദൂരമല്ല. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒപ്പം ആ തീരുമാനം എന്തായിരിക്കും, ഇത് സംബന്ധിച്ച് സൈനികന്മാരെയും നിതമാരെയും സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.